നമ്മുടെ നാട്ടിൽ പൊതുവെ പ്രചരിച്ച ഒരു കാര്യമാണ് അച്ഛനും അമ്മയും മരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിടേണ്ട കാര്യമില്ല എന്നുള്ളത്. അത് നിങ്ങൾ തിരുനെല്ലിയിലോ അല്ലെങ്കിൽ തിരുവല്ലത്തോ ഒക്കെ പോയാൽ അത് മനസ്സിലാവും. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും നിങ്ങളുടെ 7 തലമുറകൾക്കായിക്കൊണ്ടാണ് ശ്രാദ്ധം ചെയ്യുന്നത്. അത് ഈ ജന്മത്തിലും പൂർവ്വജന്മത്തിലുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ശാപതാപങ്ങൾ പിതൃക്കളുടെ വഴി നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനും കൂടുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ബലിയിടുന്നത്, ശ്രാദ്ധം ചെയ്യുന്നത്. അതുപോലെ തന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ആൾക്കാർ പറയും നിങ്ങൾ ഒരിക്കലും ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ആധികാരികമായിട്ടുള്ള പ്രമാണങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ബലിയിടാം, നമ്മുടെ അമ്മാവന് ബലിയിടാം, അപ്പൂപ്പന് ബലിയിടാം, അമ്മുമ്മയ്ക്ക് ബലിയിടാം, അച്ഛൻ വഴിയുള്ളത് ബലിയിടാം, അമ്മ വഴിയുള്ളത് ബലിയിടാം. ആർക്കും, നിങ്ങൾക്ക് മനസ്സിനടുപ്പമുള്ള ആർക്കും, ഗുരുക്കന്മാർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ശ്രാദ്ധം കഴിക്കാം. ആർക്ക് വേണ്ടിയിട്ടോ അപ്പോൾ ശ്രാദ്ധം കഴിക്കാം. ഇപ്പം നമ്മൾ വൈദികപരമായിട്ടോ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടുള്ളൊക്കെ സന്ധ്യാവന്ദനങ്ങൾ കഴിക്കുന്ന സമയത്ത് സാധകരായിട്ടുള്ളവർ ഡെയിലി ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കായിട്ടും അതുപോലെ തന്നെ പിതൃക്കളുടെയും ദേവന്മാരുടെയും ഋഷിമാരുടെയും ഗണങ്ങൾക്കായി കൊണ്ടും ഡെയിലി 2 നേരവും തർപ്പണം നടത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കുഞ്ഞുനാൾ മുതലേ അത് ശീലിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്രയും പുണ്യ സ്ഥലങ്ങളിൽ, ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരുപാട് പുണ്യപുരുഷന്മാരുടെ പാതാരവിന്ദങ്ങൾ പതിച്ചിട്ടുള്ള ഈ സ്ഥലത്ത്, അതുപോലെ തന്നെ തിരുവല്ലത്തും അതുപോലെ തന്നെ ഈ ഏറ്റത്ത് കിടക്കുന്ന തിരുനെല്ലിയിലും ഒക്കെ വന്ന് ശ്രാദ്ധം ആർക്കും ചെയ്യാം കേട്ടോ. ശ്രാദ്ധം ആർക്കും ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ശ്രാദ്ധം ആർക്കും ചെയ്യാം. അച്ഛനമ്മമാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അപ്പൂപ്പൻ ആരോ മരിച്ചിട്ടുള്ളതോ അമ്മുമ്മയാണോ മരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ 7 തലമുറയിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം കഴിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ശ്രാദ്ധം കഴിക്കാം. സുഹൃത്തുക്കൾ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കഴിക്കാം. ഇതൊക്കെ നിങ്ങളിവിടെ വന്ന് ശ്രാദ്ധം കഴിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തരുന്ന മന്ത്രം ശരിക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഉറപ്പായിട്ടും തിരുനെല്ലി വരുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉറപ്പായിട്ടും ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നിരിക്കും. 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. നമസ്കാരം.